ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണ ത്വരണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂമിയുടെ ആകർഷണ ബലം കാരണമല്ലേ തെങ്ങിൽ നിന്നും ഞെട്ടറ്റു പോയ തേങ്ങ താഴോട്ട് തന്നെ പതിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്നതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞെട്ടറ്റ് തേങ്ങ തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ ത്വരണമുണ്ടാക്കുന്നത് മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, തെങ്ങിൽ നിന്ന് തേങ്ങ ഞെട്ടറ്റ് വീഴുന്നത് സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ്, ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലമാണ് തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, അത് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്നത് മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത്. ന്യൂട്ടന്റെ 2ാം ചലന നിയമം അനുസരിച്ച് F=ma ആണല്ലോ. അങ്ങനെ നമ്മൾ പഠിച്ചല്ലോ. ന്യൂട്ടന്റെ 2ാം ചലന നിയമത്തിന്റെ ഇക്വേഷൻ എന്താണ്, F=ma. ഇതാണ് നമ്മൾ ന്യൂട്ടന്റെ 2ാം ചലന നിയമത്തിൽ പഠിച്ച ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി F എന്നത് ഭൂമിയുടെ ആകർഷണ ബലവും M എന്നത് വസ്തുവിൻ്റെ മാസും എങ്കിൽ A എന്നത് ഭൂമിയുടെ ആകർഷണം മൂലമുള്ള ത്വരണമല്ലേ. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് F=ma ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ F എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയുടെ ആകർഷണ ബലം. അതുപോലെ M എന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസ്. അങ്ങനെയെങ്കിൽ A എന്ന് പറയുന്നത് എന്താണ്, A എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണം മൂലമുള്ള ത്വരണമാണ്. ഭൂഗുരുത്വ ആകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഭൂഗുരുത്വ ആകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭൂഗുരുത്വ ആകർഷണ ത്വരണം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ G എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂഗുരുത്വ ആകർഷണ ത്വരണം സൂചിപ്പിക്കുന്നത് സ്മാൾ ലെറ്റർ G എന്ന അക്ഷരം കൊണ്ടാണ്. ഇനി നോക്കിയേ, വസ്തുവിൻ്റെ മാസ് M, ഭൂമിയുടെ മാസ് M, ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് 6 എന്ന് പരിഗണിച്ചാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമെന്ന് പറയുന്നത് ഇതാണ്. എന്താ, F=GMM/r². ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതാണ് നമ്മുടെ ഭൂമിയുടെ ആകൃതി തന്നിരിക്കുന്ന, കണ്ടോ. അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഇതാണ് ഒരു വസ്തുവിൻ്റെ മാസ്. ആ മാസ് സ്മാൾ ലെറ്റർ എമ്മിലാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്, സ്മാൾ ലെറ്റർ M ആണ്. ഇനി ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അപ്പോൾ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഭൂമിയുടെ ആരത്തെ നമ്മൾ 6 കൊണ്ട് സൂചിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്, നമുക്കിങ്ങനെ എഴുതാം, F=GMM/r². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഗുരുത്വാകർഷണ നിയമപ്രകാരമുള്ള ഇക്വേഷനാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഗുരുത്വാകർഷണ ത്വരണത്തിനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ 2ാം ചലന നിയമപ്രകാരം M മാസുള്ള വസ്തുവിന് G ത്വരണമുണ്ടാകുവാൻ ആവശ്യമായ ബലം F=mg ആണല്ലോ. അപ്പോൾ 2ാം ചലന നിയമപ്രകാരം, അപ്പോൾ ന്യൂട്ടൻ്റെ 2ാം ചലന നിയമപ്രകാരം M മാസുള്ള വസ്തുവിന് G ത്വരണമുണ്ടാകുവാൻ ആവശ്യമായ ബലം എന്ന് പറയുന്നത് എന്താണ്, F=mg എന്നതാണ്. അപ്പോൾ അതായത് mg എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ mg എന്ന് പറയുമ്പോൾ
GM ഡിവൈഡഡ് ബൈ r² എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് mg എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ GM ഡിവൈഡഡ് ബൈ r². ഇതാണ് ഈ mg എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് g എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കണ്ടെത്താം? g = GM by r². അപ്പോൾ g കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറയും. അപ്പോൾ നമുക്ക് എന്താണ്? GM ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഇതാണ് g കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാണാതെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്കിതിലുള്ള ഒരുവിധമുള്ള എല്ലാം കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജിയുടെ യൂണിറ്റ് എന്ത്? ജിയുടെ യൂണിറ്റ് എന്താ? അപ്പോൾ ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് m/s² ആണ്. അപ്പോൾ ജിയുടെ യൂണിറ്റ് എന്താണ്? m/s² ആണ് ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സമവാക്യത്തിൽ വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ സമവാക്യത്തിൽ വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടില്ല. g = GM ഡിവൈഡഡ് ബൈ r². അതിൽ എന്ത് ഉൾപ്പെട്ടിട്ടില്ല? വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടില്ല. അടുത്ത് വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ എന്ത് ഉൾപ്പെടാത്തത്? വസ്തുവിൻ്റെ മാസ് ഉൾപ്പെടാത്തത്. അപ്പോൾ വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ ബാധിക്കുന്നില്ല. അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. അത് പഠിച്ചു വെക്കുക. വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ ബാധിക്കുന്നില്ല എന്ന് ഈ സമവാക്യത്തിൽ നിന്നും ബോധ്യപ്പെട്ടല്ലോ. ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അപ്പം അതിനെ നമ്മൾ പറഞ്ഞു അതെന്താണ്? ഗുരുത്വാകർഷണ ത്വരണം മൂലമാണ്. അപ്പോൾ മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ? എന്തായിരിക്കും കാരണം? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിച്ചത് ഗുരുത്വാകർഷണ ത്വരണം മൂലമാണ്. തെങ്ങിലുള്ള തേങ്ങയിലേക്ക് ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം എങ്ങനെ കണക്കാക്കാം? ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്കുള്ള ദൂരത്തോടൊപ്പം തെങ്ങിൻ്റെ ഉയരവും കൂടി കണക്കിലെടുക്കേണ്ടതല്ലേ? അപ്പം നമ്മൾ ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്കുള്ള ദൂരം എടുക്കുമ്പോൾ അവിടെ എന്ത് വേണം? തെങ്ങിൻ്റെ ഉയരവും കൂടി കണക്കിലെടുക്കണം. ഭൂമിയുടെ ആരം വളരെ വലുതായതിനാൽ ചെറിയ ഒരു ദൂരം കൂടി കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദൂരത്തിൻ്റെ മൂല്യത്തിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പം ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതാണ്. അപ്പോൾ അവിടെ എന്ത് ഇല്ല? നമ്മൾ ചെറിയ ഒരു ദൂരം കൂടി കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദൂരത്തിൻ്റെ മൂല്യത്തിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒന്നാമത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതാണ് ആദ്യം എത്തിയത്? നമുക്കറിയാം നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തുവും മാസ് കൂടിയ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിപ്പിച്ചാൽ രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും. ഏതിനായിരിക്കും ത്വരണം കൂടുതൽ? രണ്ടിനും ഒരേ സെയിം ത്വരണം തന്നെയായിരിക്കും. രണ്ടിൻ്റെയും ത്വരണം തുല്യമായിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് പലപ്പോഴും സംശയമുണ്ടാക്കുന്നതാണ്. കാരണം ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് മാസ് കുറഞ്ഞ വസ്തു, അവിടെ മാസ് കുറഞ്ഞതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക മാസ് കൂടിയ വസ്തുവാണ് പെട്ടെന്ന് താഴേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കും. അപ്പോൾ നമ്മളൊരു കല്ലും ഇലയും ഒരുമിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ജിയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? m/s² ആണ് ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സമവാക്യത്തിൽ വസ്തുവിൻ്റെ മാസ്
ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജി = GM ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു വസ്തുവിൻ്റെ മാസ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പഠിച്ചു. ഇനി വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ ബാധിക്കുന്നില്ല എന്നാണ് നമ്മളിവിടെ നിന്ന് പഠിച്ചത്. ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്താണ് ഒരേ സമയം പതിച്ചത്? നമ്മൾ പറഞ്ഞു ഗുരുത്വാകർഷണ ത്വരണം മൂലമാണ്. മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ? എത്തും. എന്തായിരിക്കും അതിന് കാരണം? അപ്പം അതിൻ്റെ മാസും അതുപോലെ തന്നെ അതിൻ്റെ ഗുരുത്വാകർഷണ ത്വരണവും തുല്യമാണ്. അതുകൊണ്ടാണ് രണ്ടും ഒരേ സമയത്ത് പതിക്കുന്നത്. ഒരു കടലാസ് കഷ്ണവും ഒരു നാണയവും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിടുക എന്ത് നിരീക്ഷിക്കുന്നു? രണ്ട് ചുരുട്ടിയ ശേഷം പ്രവർത്തനം ആവർത്തിക്കുക എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ നിരീക്ഷിച്ചത്? വരുന്ന സ്വാധീനം കാരണമാണ് ഇല, തൂവൽ, കടലാസ് തുടങ്ങിയവ സാവധാനം പതിക്കുന്നത്. ഇനി ഒരു കടലാസ് കഷ്ണവും ഒരു നാണയവും ഒരേ ഉയരത്തിൽ നിന്ന് ഒരുമിച്ച് താഴെ ഇട്ടാൽ എന്ത് നിരീക്ഷിക്കുന്നു? അപ്പം നമുക്കറിയാം കടലാസ് കഷ്ണം എന്ത് ചെയ്യുന്നു? പതുക്കെ മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ ഇതേ കടലാസ് ചുരുട്ടിയ ശേഷം പ്രവർത്തനം ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? രണ്ടും തുല്യ സമയത്ത് എത്തും. അപ്പം വായു ചെലുത്തുന്ന സ്വാധീനം കാരണമാണ് ഇല, തൂവൽ, കടലാസ് തുടങ്ങിയവ സാവധാനം പതിക്കുന്നത്. അപ്പോൾ ഇലയും തൂവലും കടലാസും ഒക്കെ സാവധാനമാണ് പതിക്കുക. അത് ഓർത്ത് വെക്കുക. നമ്മൾ മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ ഒരുമിച്ച് താഴെ എത്തുമോ? അപ്പം മാവിൽ നിന്ന് മാങ്ങയും ഇലയും ഒരേ സമയം പതിക്കാൻ തുടങ്ങിയാൽ അവ എന്ത് ചെയ്യുന്നു? അവ രണ്ടും, അതായത് മാങ്ങ എത്തിയതിന് ശേഷം മാത്രമേ ഇല എത്തുകയുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വായു ചെലുത്തുന്ന സ്വാധീനമാണ് എന്ത് ചെയ്യുന്നത്? ഇലയും തൂവലും കടലാസും ഒക്കെ സാവധാനം പതിക്കുന്നത്. വായു നീക്കം ചെയ്യാനുള്ള ഉപായം കണ്ടെത്തിയതോടെ ഈ നിഗമനം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ വായു നീക്കം ചെയ്യാനുള്ള ഉപായമുണ്ട്, അത് കണ്ടെത്തിയതോടെ എന്ത് ചെയ്തു? ഈ നിഗമനം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. അവയിലൊന്നാണ് തൂവലും നാണയവും പരീക്ഷണം. അപ്പോൾ തൂവലും നാണയവും പരീക്ഷണത്തിൽ ആദ്യം പതിക്കുന്നത് എന്താണ്? നാണയമാണ്. വായുവിൻ്റെ ആ ഒരു പ്രത്യേകത മൂലമാണ് എന്ത് ചെയ്യുന്നത്? വായുവിൻ്റെ സ്വാധീനം മൂലമാണ് തൂവല് താമസിച്ച് പതിക്കുന്നത്. തൂവലും നാണയവും പരീക്ഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. നീളം കൂടിയ സുതാര്യ ട്യൂബിൽ ഒരു നാണയവും തൂവലും നിക്ഷേപിച്ച് ലംബമായി പിടിച്ച് പെട്ടെന്ന് തലകീഴായി നിർത്തിയപ്പോൾ നാണയം പതിച്ച് അല്പം കഴിഞ്ഞ് തൂവലെത്തുന്നതായി കാണുന്നു. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്ത് പരീക്ഷണം ആവർത്തിച്ചാൽ തൂവലും നാണയവും ഒരുമിച്ച് താഴെ പതിക്കുന്നതും കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വായുവിൻ്റെ സ്വാധീനമുണ്ടെങ്കിലാണ് തൂവൽ എന്ത് ചെയ്യുന്നത്? താമസിച്ച് വരുന്നത്. വായുവിൻ്റെ സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ രണ്ടും തുല്യ സമയം പതിക്കും. ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൂവൽ, ഇല, കടലാസ് തുടങ്ങിയവ സാവധാനത്തിൽ തറയിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വായു ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തൂവലും ഇലയും അതുപോലെ കടലാസും താമസിച്ച് പതിക്കുന്നത്. ഭൂമിയിലെ ജിയുടെ മൂല്യം കണക്കാക്കാം. അപ്പം നമുക്ക് ഭൂമിയിലെ ജിയുടെ മൂല്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഭൂമിയുടെ മാസ് തന്നിട്ടുണ്ട്, ആരം തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് M = 6 × 10⁻24 കിലോഗ്രാം ആണ്. 6 × 10⁻24 കിലോഗ്രാം ആണ് ഭൂമിയുടെ മാസ്. ഇനി ആരം അഥവാ ആറെന്ന് പറയുന്നത്, ഭൂമിയുടെ ആരം എത്രയാണ്? 6.4 × 10⁻6 മീറ്റർ ആണ്. ഇത് കാണാതെ പഠിച്ചു വയ്ക്കാനുള്ളതാണ്. ഇനി ഇവിടെ നമ്മുടെ പഴയ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇവിടെ ജിയുടെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് G = നമുക്ക് പറയാം G/r². ഇവിടെ നമുക്കതാണ് ഫില്ല് ചെയ്യേണ്ടത്, r². അതല്ല, നമ്മൾ ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിൽ ഈ ഒരു വാല്യൂ കൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇങ്ങനെ നമ്മൾ പറയും G =
ഇവിടെ ജി എം വേണമല്ലോ, GM/r². അപ്പം നമുക്കിവിടെ ഏതൊക്കെ നമ്മൾ എടുക്കുന്നത്? ജിയുടെ വാല്യൂ ഫസ്റ്റ് എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ജിയുടെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ m²/kg². ഇതാണ് നമ്മുടെ ഏതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആ ജിയുടെ വാല്യൂ ഇൻറ്റു ഏതിൻ്റെ വാല്യൂ ആണ്? GM മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6 × 10⁻24 kg ആണ്. അപ്പോൾ അത് നമ്മൾ ഇൻറ്റു അതിൽ കൂടെ ചേർത്ത് തന്നെയാണ് ഇൻറ്റു 6 × 10⁻24 kg. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ ഏതാ? നമ്മുടെ 6 എന്ന് പറയുന്നത് 6.4 × 10⁻6 m/s² ആണ്, m² ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടണം? ഈ കാണുന്നതാണ്. അത് ചെയ്ത് നോക്കണം കേട്ടോ. 40.02 × 10⁻13 ഡിവൈഡഡ് ബൈ 40.96 × 10⁻12 ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 9.77 m/s². അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കത്തില്ല. നമ്മൾ ഈ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ 9.77 വന്നതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 98, അതായത് 9.8, 997 അല്ലേ വന്നത്, 977 അല്ലേ വന്നത്. അപ്പം 9.8 m/s². ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതാം. 9.8 m/s². ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഗുരുത്വാകർഷണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഗോളാകൃതിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആകൃതിയാണ്? അപ്പോൾ ഭൂമിയുടെ ആകൃതി, യഥാർത്ഥ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ജിയോയിഡാണ്, ഗോളാകൃതിയല്ല. ജിയോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ്, ജിയോയിഡ് അല്ലെങ്കിൽ ഒരു സ്പിയർ ആകൃതി എന്നൊക്കെ പറയാം. ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത്, ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം കൂടിയത് ധ്രുവപ്രദേശങ്ങളിലാണ്. അകലം കുറഞ്ഞ ഭാഗമോ ഭൂമധ്യരേഖാ പ്രദേശവുമാണ്. ഭൂകേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള അകലം വ്യത്യാസപ്പെടുമ്പോൾ ജിയുടെ മൂല്യത്തിന് എന്ത് മാറ്റമുണ്ടാകും? അപ്പം നമുക്ക് നോക്കാം. ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവപ്രദേശത്താണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ. ഇനി ഭൂകേന്ദ്രത്തിൽ വസ്തുവിനെ എല്ലാ ഭാഗത്തു നിന്നും ആകർഷിക്കുന്ന ബലങ്ങൾ തുല്യമായതിനാൽ അവിടെ ജിയുടെ മൂല്യം എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 9.78 m/s² ആണ്. അപ്പോൾ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 9.78 m/s² ആണ് ജിയുടെ മൂല്യം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഇനി ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 9.83 m/s ആണ് നമ്മുടെ എവിടെയാണ്? s². അതാണ് എവിടെ? ധ്രുവപ്രദേശത്ത് ജിയുടെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവപ്രദേശത്താണെങ്കിൽ 9.83 m/s², ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ 9.78 m/s² ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ ബലം എന്നത് പരസ്പര ആകർഷണ ബലമാണ്. അന്തരീക്ഷത്തിൽ പറന്നുയർന്ന വിമാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ
വിമാനം താഴേക്ക് പതിക്കുന്നത് പോലെ ഭൂമി വിമാനത്തിലേക്ക് ഉയർന്നു പോകുന്നില്ലല്ലോ. എന്തായിരിക്കും കാരണം? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ പറന്നുയർന്ന വിമാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ വിമാനം എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും. പക്ഷെ അതേപോലെ ഭൂമി വിമാനത്തിലേക്ക് ഉയർന്നു പോകുന്നില്ല. അതിനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത് 10,000 കിലോഗ്രാം മാസുള്ള വിമാനം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ വിമാനവും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ മാസ് എന്ന് പറയുന്നത് 10,000 kg ആണ്. അതുപോലെ നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ആ ഒരു ഉയരം എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. അപ്പം നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഡി ആയിട്ട് നമ്മൾ കാണും. ഡി ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ 10,000 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 10⁴ kg ആണ് 10 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ 10 കിലോമീറ്റർ ആണ് ഉയരം അല്ലേ? അതായത് 10,000 m എന്ന് പറയുന്നത് 10⁴ മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്മളിവിടെ എടുത്തങ്ങ് പ്രയോഗിക്കണം. F ഈസ് ഈക്വൽ ടു gm m/r². ഇനി എന്താണ് ഇവിടെ എഫ് എന്ന് പറയുന്നത്? നമ്മൾ ജിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ജി ഇൻറ്റു 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം ഇൻറ്റു 10⁴ kg എന്ന് നമ്മൾ എഴുതുക. അതുപോലെ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? നമ്മൾ 97,400 ന്യൂട്ടൺ എന്നാണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഇത്രയും ബലം പ്രയോഗിച്ചാൽ വിമാനത്തിനുണ്ടാകുന്ന ത്വരണം എത്രയെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ വിമാനത്തിനുണ്ടാകുന്ന ത്വരണമാണ് നോക്കുന്നത്. F ഈസ് ഈക്വൽ ടു mg. ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷനാണ് F ഈസ് ഈക്വൽ ടു mg. അപ്പോൾ ഇവിടെ g എന്ന് പറയുന്നത് എന്താണ്? F/m ആണ്. അപ്പോൾ നമുക്ക് 97,400 / 10,000 9.74 m/s² എന്ന് കിട്ടും. 9.74 m/s² എന്ന് കിട്ടും. ഭൂമി വിമാനത്തിൽ പ്രയോഗിച്ച ഇതേ ബലം തന്നെയല്ലേ വിമാനം ഭൂമിയിൽ പ്രയോഗിക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഭൂമി വിമാനത്തിൽ പ്രയോഗിച്ച ബലം തന്നെയാണ് ഭൂമിയിൽ വിമാനം ഭൂമിയിൽ പ്രയോഗിക്കുന്നത്. വിമാനം ഭൂമിയിൽ ചെലുത്തുന്ന ബലം കാരണം ഭൂമിക്കുണ്ടാകുന്ന ത്വരണമാണ് അടുത്ത് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ത്വരണം കണക്കാക്കാൻ എന്ത് ചെയ്യും? ജി ഈസ് ഈക്വൽ ടു F/m കാണും. അപ്പോൾ നമുക്ക് 97,400 ഭാഗം 6 × 10⁻24 എന്ന് കിട്ടും. അപ്പം നമുക്ക് എത്രയാ ഉത്തരം കിട്ടുന്നത്? 1.6 ഇൻറ്റു 10⁻20 m/s². 0.000016 m/s² എന്ന് കിട്ടും. അതായത് 16 m/s² എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഭൂമിയിലെയും ചന്ദ്രനിലെയും ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യങ്ങൾ ഒരുപോലെയാകുമോ? അപ്പോൾ ഭൂമിയിലെയും ചന്ദ്രനിലെയും ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യങ്ങൾ ഒരുപോലെയാണോ എന്നാണ് അടുത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ചന്ദ്രൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? എം ഈസ് ഈക്വൽ ടു ചന്ദ്രൻ്റെ മാസ് എന്ന് പറയുമ്പം എം ഈസ് ഈക്വൽ ടു 7.34 ഇൻറ്റു 10⁻22 kg എന്നതാണ് ചന്ദ്രൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ്റെ ആരം നോക്കാം. ചന്ദ്രൻ്റെ ആരം എന്ന് പറയുന്നത് 1.74 ഇൻറ്റു 10⁻6 മീറ്ററാണ്. അപ്പോൾ ഇതെല്ലാം കാണാതെ പഠിച്ച് വയ്ക്കുക, ഇത് ചോദിക്കും. അതുപോലെ ചന്ദ്രൻ്റെ എമ്മും ആറും നമുക്ക് കിട്ടി. അപ്പോൾ G ഈസ് ഈക്വൽ ടു എന്താ? G ഈസ് ഈക്വൽ ടു GM/m
ബൈ ആർ സ്ക്വയർ, GM/r². അപ്പോൾ ജി എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ജി എന്ന് പറയുന്നത് എത്രയാണ്? ത്വരണം, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 1.62 m/s² ആണ്. അപ്പോൾ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം അഥവാ ജി ചോദിച്ചാൽ നമുക്ക് പറയാം 1.62 m/s² എന്നതാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ഇനി ഇവിടെ ജി ചന്ദ്രനിലെ ജിയും ഭൂമിയിലെ ജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭാഗം ഭൂമിയുടെ ജിയുടെ മൂല്യം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 1.62 ആണ്. ഭൂമിയിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 0.1632 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്, അപ്പോൾ ഇവിടുത്തെ ജി എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ 1/6. അപ്പോൾ ഇതാണ് ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്, അതായത് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനിലെ ചന്ദ്രനിലെ ജിയുടെ മൂല്യമാണ് നമുക്ക് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ എത്രയെന്ന് കിട്ടി? ഏകദേശം 1/6 ആണ് എന്ന് പറയാം. അപ്പോൾ ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം എത്രയാണ്? 1/6 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ തമോഗർത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്? പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. അപ്പോൾ തമോഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. അപ്പം നമ്മൾ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിൻ്റെ ശരിയായ തെളിവുകൾ ലഭിച്ചതെന്നാണ് 2017 ആയപ്പോഴേക്കും ആണ്. അപ്പോൾ 1917 ഇതിനെക്കുറിച്ച് തമോഗർത്തങ്ങളെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചിരുന്നു. പക്ഷേ അത് ഇതിന് ശരിയായ തെളിവുകൾ ലഭിച്ചത് 101 വർഷങ്ങൾക്ക് ശേഷമാണ്, 2016 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാനായി. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു? 2017 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ എന്ത് ചെയ്തു? ശാസ്ത്രജ്ഞർ ആ നിഴൽ ചിത്രം അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ എന്താ നമ്മുടെ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ചുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തമോഗർത്തത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചു. 2017 അതിന് ശരിയായ തെളിവുകൾ ലഭിച്ചത്. അങ്ങനെ നമ്മുടെ M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം എന്ത് ചെയ്തു? ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ലഭിച്ചു. അപ്പോൾ അതാണ് തമോഗർത്തത്തെക്കുറിച്ചുള്ള നമ്മളുടെ പഠനം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.